പ്രശസ്ത ജോത്സ്യൻ വീടിക്കുട്ടിയാണ്. ജാതകം നോക്കും, മുഖലക്ഷണം പറയും, ശത്രു സംഹാര പൂജ ചെയ്യും, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. ഇന്ത്യയുടെ ഒരു റോക്കറ്റ് വേണമെങ്കിൽ ഞാൻ തന്നെ സമയം നോക്കി കൊടുക്കണം. എന്തിനാ പറയുന്നു? ദൈവത്തിന് വരെ ഞാൻ തന്നെ സമയം നോക്കി കൊടുക്കും. ഓക്കെ, വന്നാ മതി. ഓരോരുത്തരും പറയാം. നമസ്കാരം. സന്തോഷത്തോടെ ലഡു കഴിക്കൂ. എന്താ ഇത്ര സന്തോഷം? അത് എന്റെ അപ്പത്തെ വീട്ടിലെ ബാബുന് 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന്. അയക്കാന്റെ കൂടെ സ്നേഹമാണല്ലേ? സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇന്ന് രാവിലെ എന്റെ പെണ്ണുമ്പുള്ള തുണി അലച്ചോടുമ്പോ പറയാനായിട്ട് ലോട്ടറി കീറിപ്പോയെന്നോ, അത് കാണാതായെന്നോ, കളഞ്ഞോയെന്നോ, അത് നനയോയെന്നോ. അതിന്റെ സന്തോഷത്തിലാ ഞാൻ ലഡു വന്നു. എന്നാ ഒരെണ്ണം കൂടി കഴിക്കാം. ഇതെന്തിനാ? ഇത് എന്റെ കാര്യം പോയോട്ട്. അതോട്ട് തന്റെ പേരെന്താ? ജോസൂട്ടി. അതെ, ഗ്യാസ് കുട്ടി. അതെ, ജോസ് കുട്ടി. താങ്കളുടെ പ്രശ്നം എന്താ? എന്റെ ലൈഫ് മൊത്തം പോയിരിക്കണം. ഓ, ലൈഫ് ബോയ് സോപ്പ് കുട്ടി. ലൈഫ് മൊത്തം പോയില്ലേ ജോസ് കുട്ടി? അതെ ആശാൻ, ഞാൻ പല സ്ഥലങ്ങളും പോയി. ഇതൊരു പരിഹാരം കാണാൻ പറ്റിയില്ല. താൻ എവിടെയെല്ലാം പോയത്? 2-3 ഡോക്ടർമാരെ കാണാൻ പോയി. എന്തിനാ? എന്റെ കണ്ണിന്റെ കാഴ്ചയത്ത് കുറവാ. അത് ശരിയാണെന്നല്ല പച്ചക്കറി ധരിക്കാൻ പറഞ്ഞു. ഇതിന് താൻ പച്ചക്കറി കഴിച്ചോ? കഴിച്ചെന്നാ എല്ലാ കടയിലും കയറി ഇറങ്ങി നോക്കി, പക്ഷെ പച്ചക്കറിച്ചില്ല. അവിടെ ഓറഞ്ചരച്ചേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഓറഞ്ചരച്ച് മേടിച്ച് ഞാൻ പച്ചപ്പൈന്റെ മുക്കി തിന്നു. ഭഗവാനെ. പിന്നെ ഞാൻ വേറെ ഡോക്ടർമാരെ കാണാൻ പോയി. എന്തിനാ? എന്റെ ശരീരം നന്നാവാൻ. ഡോക്ടറെ പരിശോധിച്ച് പറഞ്ഞു നല്ല നാരുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് താൻ നാരുള്ള ഭക്ഷണം കഴിച്ചോ? കഴിച്ചെന്നാ 2 ലോഡ് തൊണ്ടാണ് ഞാൻ മുറ്റത്തിറക്കിയിട്ട് കഴിച്ചേ. അതിന്റെ 500 രൂപ കയറാൻ ചാലക്കൊണ്ട് വിറ്റ. എന്റെ ഭഗവാനെ, തൊണ്ടേ കുടുങ്ങി ചാവാത്ത ഭാഗ്യം. തനിക്ക് എന്താ അനിഷ്ടമുണ്ട്? എനിക്കെന്താ അനിഷ്ടം? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ നിന്നെ അനിഷ്ടം കുടിക്കണം. അനിഷ്ടം. തനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. അതോട്ട് തന്റെ സ്റ്റാർ പറ. എല്ലാവർക്കും ഉണ്ട് സ്റ്റാർ. എന്റെ സ്റ്റാർ LED പ്രോ സാറേ. ഇങ്ങനെ കത്തും. വീട്ടിൽ കെട്ടുന്ന സ്റ്റാറിനെ പറ്റിയില്ലേ പറയുന്നത്? എടോ, അതല്ല, തന്റെ നാളാണ് ഞാൻ പറഞ്ഞത്. മറ്റന്നാള്. അപ്പൊ അതൊക്കെ വിട്ടുകള. തന്റെ വീട്ടിലെ പ്രശ്നം പറ. ആശാന ബാത്റൂമിൽ മൂട്ടിലിരിയ. ബാത്റൂമിൽ കയറുമ്പോ മാത്രമാണ് സംഭവിക്കണ. അതെ. തൂക്കി ചുമന്നൊരങ്ങളോട് തന്റെ വീട്ടിലെ ബാത്റൂം അഗ്നി കൊള്ളാൻ നിൽക്കുന്നത്. അത് മറ്റേ വല്ല വഴിയുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങളുടെ ബാത്റൂം നേരെ വാട്ടർ ടാങ്കിലേക്ക് മാറ്റുക. അതല്ല, ബാത്റൂം തണുപ്പിക്കാൻ ഒരു ബക്കറ്റ് വെള്ളം പറമ്പി പോടാ. അതോട്ട് ആശാന്റെ സമയം നോക്കാൻ പറ്റോ? അതിനെന്താ, കൈ തരൂ. 2:45. എന്റെ വാച്ച് നോക്കി സമയം പറഞ്ഞില്ല, പറഞ്ഞ എന്റെ സമയം നോക്കാൻ. അയ്യോ, ഇപ്പൊ സമയമില്ല. ഇത് ആര് കിടന്നു കൊറേ നേരം. ഹലോ, അതെ, പ്രശസ്ത ജോത്സ്യൻ വീടിക്കുട്ടിയാണ്. അങ്ങനെയാണോ? ശരി, വെക്കാം. അയ്യോ, എടോ, തന്റെ വീട്ടിൽ എത്ര റൂമുണ്ട്? 2 റൂം. അതിൽ ഒരെണ്ണം എനിക്ക് ഒളിച്ചിരിക്കാൻ തരുമോ? എന്തിരി? വ്യാജ ജോത്സ്യനെ പോലീസ് തപ്പ ഇറങ്ങി. ജോത്സ്യരേ, നോനോ കൂലിപ്പണി രാജ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആരവും ആർദ്രവും അല്ലേ? ഇതില് ആർദ്രവ് ആരാ? ഹായ്. എന്നാ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന പേരെന്നാ? പൊന്നൈ. ആരാ പൊന്നനാരാ? ആരാ പേര്? പൊന്നനാ. അപ്പൊ ഇവന്റെ ഇളവന്റെ പേരാ അക്കു. ആ പേര് മതിയല്ലേ നമുക്ക്? അതെ. അമ്മേ നമസ്കാരം. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണ് മക്കള് നിങ്ങളുടെ ഈ ഒരു വേദിയിൽ വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അവര് ചെയ്തതിൽ കുറെ കുറവുണ്ട്. ഒരു കുറവില്ല. കാരണം അവര് വീട്ടില് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തു. അപ്പൊ അമ്മ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കോ? അല്ലാതെ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ആക്ടിങ് ചെയ്യണം? ആര്, അമ്മയ്ക്കാണോ ആക്ടിങ് ഇഷ്ടം അല്ലാതെ അച്ഛനാണോ? എങ്ങനെ? ഇല്ല, ഇളയ മോനാണ്. അവനാണ് കോമഡി ഭയങ്കരമായിട്ട് ഇഷ്ടവും. എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും എന്തെങ്കിലും ഓർമ്മ വരണമെങ്കിൽ എനിക്കൊരു കോമഡി ഓർമ്മ ഒന്നൊന്ന് എഴുതി വെക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഓടി വരും. എന്തെങ്കിലും ഇതുപോലെ കഥ
ഒക്കെ ഓർമ്മ വരും. പക്ഷെ അവന് എഴുതാൻ അറിഞ്ഞൂടാത്തത് കൊണ്ട് എൻ്റെ അടുത്തോടെ. അതിപ്പോ അക്കു ഏത് ക്ലാസ്സിലാ മോനെ? ഫസ്റ്റ് സ്റ്റാൻഡ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. അപ്പൊ ഇനിയല്ല എഴുതാൻ അറിയാം അല്ലേ? ആ കുറച്ചറിയാ. കുറച്ചറിയാം. അപ്പൊ അമ്മേനെയാണോ ഇഷ്ടം അല്ല അച്ഛനെയാണോ ഇഷ്ടം? ആരെ ഇഷ്ടടാ? ചേട്ടൻ. ചേട്ടൻ എന്ന് പറഞ്ഞപ്പോ ചേട്ടന്റെ മുഖത്തെ ചിരി കണ്ടിരുന്നു. ശരി, അപ്പൊ പൊന്നനാരെ ഏറ്റവും ഇഷ്ടം? പൊന്നാരെ ഇഷ്ടം പൊന്ന? എനിക്ക് അമ്മേനെ. അതിന് അമ്മേനെ ഇത്ര ഇഷ്ടം എന്നാ പൊന്നന് അമ്മേനെ ഇഷ്ടം? അമ്മേനെ എനിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. അല്ല അമ്മ, ഈ മക്കള് മൂത്ത മോനായ സമയത്ത് അമ്മയ്ക്ക് എന്താ ആഗ്രഹമായിരുന്നു ഈ കുഞ്ഞ് എന്താവണം എന്ന്? എനിക്കും അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ മോന് ദീർഘായുസും ശരീര സുഖവും കിട്ടണമെന്ന് ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ മോന് ഒരുപാട് വൈകല്യങ്ങളുണ്ടായിരുന്നു. ആ ആണോ? മാസം തികയാതെ പ്രസവിച്ചതാണ്. നടക്കൂലായിരുന്നു, സംസാരിക്കൂലായിരുന്നു, കൊണ്ട് കിടത്തി ഒരു സ്ഥലത്ത് തന്നെ കിടക്കുമായിരുന്നു. 3.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം മോൻ ചെയ്തത്. ഓ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു അമ്മയാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്. അമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. അവനാണെങ്കിൽ ഇന്ന് ഇവിടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ സ്ക്രിപ്റ്റ്, ഡയലോഗ്സ് ആണെങ്കിൽ ഡയലോഗ്സ്, എവിടെ നോക്കണം എല്ലാം അവനാണ് ഓർത്തത് ഏറ്റവും ജാസ്തി അല്ലേ? അപ്പൊ പിന്നെ ഇവന് ഭയങ്കര, ഇവന് ലഡ്ഡു കഴിച്ചപ്പോ ഇവനെല്ലാം റിഹേഴ്സൽ സമയത്ത് ഇവൻ ആരും ലഡ്ഡു കൊടുത്തില്ല. അതായത് ഇത് റിഹേഴ്സൽ ചെയ്ത സമയത്ത് ഇവന് ലഡ്ഡുവും കൊടുത്തിട്ടില്ല, മറ്റവന് മൊബൈൽ ഫോൺ. ഇവന് ലഡ്ഡു കൈ കിട്ടിയപ്പോഴേ ലഡ്ഡു കിട്ടിയപ്പോൾ ഇതെടുത്ത് അവൻ കഴിച്ച്. അപ്പോഴാണ് ഇവന് ഡയലോഗ് പറയണം. അപ്പൊ എന്തിനോ ഇറക്കും പറയും. മറ്റവനാണെങ്കിൽ ഫോൺ ആദ്യം എടുത്തിട്ട് രണ്ടാമത് കൈ എടുത്തിട്ട് കട്ട് ചെയ്ത്, അയ്യോ എനിക്ക് ഫോൺ തന്നിട്ടുണ്ടല്ലോ, ഒരു കട്ട്. ഹസ്ബൻഡ് എന്നാ ചെയ്യുവാ? ഒരു ഫാർമ കമ്പനിയുടെ മാനേജറാണ്. പിന്നെ പുള്ളി എപ്പോഴും വീട്ടിൽ കാണൂല. സ്ക്രിപ്റ്റിലൊക്കെ ചേട്ടൻ സഹായിക്കൊന്നുമില്ല? സഹായിക്കും. വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ, ഈ അമ്മയുടെ ഏറ്റവും വലിയൊരു അസറ്റാണ് ശരിക്കും പറഞ്ഞ 2 കുട്ടികൾ കേട്ടോ. അത് എന്താ പറയാ, ഇവര് വലുതാവുമ്പോ നിങ്ങളെ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് നോക്കും. അത് ഇവരുടെ ആ ഒരു സ്നേഹത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് കുട്ടികളുടെ. അക്കുവിനെ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി മുതല് നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരുടെ പൊന്നപ്പനും തങ്കപ്പനുവാ കേട്ടോ. ഇന്നലെ എന്റെ അടുത്ത് പറയണ്, അമ്മയ്ക്ക് പൈസ വേണോ കിരീടം വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട, നിങ്ങൾ നല്ലവണ്ണം ആ സ്റ്റേജിൽ പരിപാടി എനിക്ക് പൈസയെ വേണ്ട. പക്ഷെ എന്ത് ചെയ്യാം, നമ്മളിവിടെ ഇപ്പൊ ബാറ്ററി ചാർജ് കയറി കഴിയുമ്പോ കിട്ടുന്ന പൈസ അങ്ങ് തരും. കുറച്ചാണെങ്കിലും എത്രയാണെങ്കിലും ഫുൾ ആണെങ്കിലും പൈസ എന്തായാലും കിട്ടും. അതെ. അക്കു റെഡി അല്ലേ? പുറകോട്ട് നോക്കിക്കോളൂ. കര നിറയെ പണമൊഴുകണ കടി, പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി, ധൃതതുണ്ടന താളത്തിലാണ്. എത്രയാക്കോത്? 7000. ആദ്യമായിട്ട് ശമ്പളം അങ്ങ് വാങ്ങുകയാണല്ലേ, 7000 രൂപ. ഇനി ഇത് 7000 നിന്ന് അടുത്ത കളിച്ച് നമുക്ക് 70,000 ഹാപ്പി ആയില്ലേ? ഇപ്പൊ അയച്ചുതരാം. 7000 പിന്നെ കിട്ടി. അപ്പൊ മക്കളെ പൈസയൊക്കെ കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത തവണ വരുമ്പോ ഞങ്ങക്ക് മുട്ടായിക്ക് മേടിച്ചോണ്ട് വരുവോ? ഓക്കെ. ഓക്കെ അക്കു. ഓക്കേ. ആ